രാഹുൽ ഗാന്ധിക്ക് ഇലക്ട്രിക് സൈക്കിളിൽ സഞ്ചരിക്കാൻ 3 മണിക്കൂറോളം സമയം പുതുപ്പള്ളിയിൽ ഗതാഗതം തടസ്സപ്പെടുത്തിയ സംഭവത്തിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് LDF. അപ്പോൾ ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിച്ച ഒരു സംഭവമായതെന്നുള്ളതാണ് അല്ലേ? ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചു എന്ന് മാത്രമല്ല, തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ പരിപൂർണമായ ലംഘനമാണ് അവിടെ നടന്നത്. രാഹുൽ ഗാന്ധിക്കുള്ള പ്രത്യേക സംരക്ഷണ സംവിധാനത്തെ ഒന്നും ഞങ്ങൾ എതിർക്കുന്നില്ല. അതെല്ലാ പ്രൊട്ടക്ഷനും കൊടുക്കണം. പക്ഷേ ആ പ്രൊട്ടക്ഷൻ്റെ പേരിൽ ശ്രീ ചാണ്ടി ഉമ്മന് പരസ്യമായി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളെയും അധികാര സൗകര്യങ്ങളെയും ഒരുക്കിക്കൊടുക്കുന്ന ഒരു സമീപനമാണ് അവിടെ കണ്ടത്. ഏതാണ്ട് 3 മണിക്കൂർ മണർകാട് മുതൽ പാമ്പാടി വരെ റോഡ് ബ്ലോക്ക് ചെയ്തു. KK റോഡിൽ കൂടി ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീ ചാണ്ടി ഉമ്മനും റോഡ് ഷോ നടത്തി. ആ തരത്തിൽ അവിടെ പൊതുയോഗത്തിനാണ് അവർ അനുമതി വാങ്ങിച്ചത്. ബസ് സ്റ്റാൻഡിൽ പൊതുയോഗം നടത്തുക ഒരു തർക്കവും ആർക്കും ഇല്ല. അവിടെ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കളും അല്ലെങ്കിൽ മറ്റ് സംഘടനയുടെ നേതാക്കളും ഒക്കെ വരും. അത്തരം കാര്യങ്ങൾക്ക് ഞങ്ങൾ ഒരു തരത്തിലും എതിർപ്പില്ല. പക്ഷേ ഒരു സ്ഥാനാർത്ഥിയെ എല്ലാ ഇലക്ഷൻ നിയമങ്ങളെയും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളെയും ലംഘിച്ചുകൊണ്ട് അവിടെ തൻ്റെ പ്രത്യേകമായ ഒരു അധികാരത്തിൻ്റെ പിന്തുണയോടുകൂടി നടത്തിയ പ്രചരണ പരിപാടിയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അതൊന്ന്. 2, ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട്. അങ്ങനെ ബ്ലോക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യമില്ല. മണർകാട് തൊട്ട് പാമ്പാടി വരെ KK റോഡ് 3 മണിക്കൂർ ബ്ലോക്ക് ചെയ്യേണ്ട സാഹചര്യമില്ല. അവിടെ കൂടി വന്നാൽ ബസ് സ്റ്റാൻഡിൻ്റെ അകത്താണ് പരിപാടി. അതുകൊണ്ട് തന്നെ KK റോഡ് യാത്ര സുഗമമായി നടത്താം. മുഖ്യമന്ത്രി വന്ന പല യോഗങ്ങളുണ്ട്, അതുപോലെ പല കേന്ദ്രമന്ത്രിമാരും വന്ന യോഗങ്ങളുണ്ട്. അതൊക്കെ നടക്കുമ്പോൾ ഇതേ സുരക്ഷാ സംവിധാനമുള്ള നേതാക്കൾ നടക്കുമ്പോൾ ഒരിക്കലും KK റോഡ് അങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടില്ല. എന്ന് മാത്രമല്ല, ആ വഴിയിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള ഈ ഷോ അത് നഗ്നമായ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ്. ഞങ്ങൾ അതിന് ബന്ധപ്പെട്ട അധികാരികളുടെ മുമ്പിൽ പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ 3 മണിക്കൂറോളം സമയം ജനങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ് അവിടെ സൃഷ്ടിച്ചത്. ഇല്ല, അതിനെ സംബന്ധിച്ച് ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു രാജ്യം ആദരിക്കുന്ന നേതൃപദവി അലങ്കരിക്കുന്ന, ഇപ്പോൾ അദ്ദേഹം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്, ലീഡർ ഓഫ് ഒപ്പോസിഷനാണ്. അപ്പോൾ അദ്ദേഹം ഏതെങ്കിലും ഒരു സ്ഥലത്ത് പരിപാടിക്ക് വരുന്നു അല്ലെങ്കിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ പ്രശ്നമൊന്നുമല്ല. എനിക്ക് തോന്നുന്നു 2021 തെരഞ്ഞെടുപ്പിൽ ബഹുമാനീയനായ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ഇവിടെ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ യോഗം മണർകാട് കവലയിൽ നടന്നിരുന്നതാണ്. അന്നൊന്നും ഇല്ലാത്ത തരത്തിൽ ഇപ്പോൾ മാത്രം എന്ത് പ്രത്യേകത, എന്ത് പ്രശ്നം എന്നുള്ളത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിനകത്തൊരു രാഷ്ട്രീയ അജണ്ട ഒളിച്ചു കിടത്തിയിട്ടുണ്ട് എന്നുള്ളത് ന്യായമായും ബലമായും ആ പരിപാടി വീക്ഷിക്കുന്ന ഏത് സാധാരണക്കാരനും യുക്തിസഹമായി തോന്നാവുന്നതാണ്. ആ കാര്യം മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചൂണ്ടിക്കാണിച്ചത്. അത്തരത്തിൽ ഇതിൻ്റെ ഒരു ദുരുപയോഗം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ ആ ദുരുപയോഗത്തെ തുറന്നു കാട്ടേണ്ടതുണ്ട്, നിയമപരമായി അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. യെസ്, തീർച്ചയായിട്ടും. എന്താണെങ്കിലും ഈ സംഭവത്തിൽ ഏതാണ്ട് 3 മണിക്കൂറോളം സമയമാണ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി റോഡ് ബ്ലോക്ക് ചെയ്തത്. ഇതിൽ പരാതി നൽകും, തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് LDF വ്യക്തമാക്കിയിരിക്കുന്നത്. കോട്ടയം പുതുപ്പള്ളിയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.